വാക്യം വീണ്ടും വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പേൻ, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. ആ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ എടുത്താൽ, കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ആ വാക്യം എടുത്തുകൊണ്ട് തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ എടുത്താൽ, യേശു തന്റെ ശിഷ്യന്മാരിൽ ചിലരെ വിളിച്ച്, ഒരു 70 പേരെ വിളിച്ച്, താൻ പോകേണ്ട ഗ്രാമങ്ങളിൽ തനിക്ക് മുന്നമേ അവരെ അയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ വഴിയിൽ ആരെയും വന്ദനം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആരുടെയും ഔദാര്യം ചോദിക്കണ്ട. ആ ബ്രദറെ, കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ, ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഡോണ്ട് ഡു ഓൾ ദാറ്റ്. വഴിയിൽ പൊക്കണം കരുതണ്ട എന്ന് പറഞ്ഞാൽ പേഴ്സ് എടുക്കണ്ട. തല്ലാനുള്ള വടി കൊണ്ടുപോകണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ചെരുപ്പ് പോലും ഇടാതെ ലളിത ജീവിതത്തിന് വേണ്ടി തയ്യാറായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ചിലർ നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങളെ കൈക്കൊണ്ടാലും കൈക്കൊണ്ടില്ലെങ്കിലും ആ വീടിന് സമാധാനം പറയണം. ആ വീടിന് സമാധാനം പറയുക. അവർ നിങ്ങളെ കൈക്കൊണ്ടാൽ നിങ്ങൾ അവരുടെ കൂടെ അങ്ങ് പാർത്തു. അവർ തരുന്നത് എന്തായാലും അങ്ങ് തിന്നു. നല്ല ആഹാരം തരുന്നവർ കാണും, അത്രയും നിവൃത്തിയില്ലാത്തവർ അതിനേക്കാൾ താണത് തരുന്നവർ കാണും. അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്ക്. അടുത്ത പദം, വേലക്കാരൻ തൻ്റെ ആഹാര കൂലിക്ക് യോഗ്യനാണ്. ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നെങ്കിൽ ഞാൻ ദൈവത്തിങ്കിൽ നിന്ന് ഒരു കൂലിക്ക് യോഗ്യനാണ്, എൻ്റെ ശമ്പളത്തിന് യോഗ്യനാണ്. ഇവിടെ കർത്താവിൻ്റെ വേലക്കാർ എന്ന വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി മുഴുവൻ സമയം ഇറങ്ങി നടക്കുന്നവരെന്നല്ല. ഞാൻ ആരംഭത്തിങ്കിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ സമയം ചെലവഴിച്ചാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇത് വീട്ടിലേക്ക് ലാഭമുണ്ടാക്കാനായിട്ടല്ല, നിങ്ങളുടെ ആരുടെയും വീട്ടിലേക്ക് ലാഭം ഉണ്ടാക്കാനല്ല നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് ലാഭമുണ്ടാക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സമയം കെട്ടിവെക്കുക. നമ്മുടെ യജമാനനും ഉടമസ്ഥനുമായവൻ, നമുക്ക് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുവാൻ ജന്മം തന്നവൻ, എന്നെയും നിങ്ങളെയും ഇവിടെ പരിപാലിക്കുന്നവൻ, താൻ അർഹിക്കുന്ന മഹത്വത്തിൽ ഒരു ഭാഗം തനിക്ക് കൊടുക്കേണ്ടതിനാണ് നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. വൻകിട ബിസിനസ് ചെയ്യുന്നത് കൊണ്ടോ, കഠിനമായി പഠിക്കുന്നത് കൊണ്ടോ, ഭാരമുള്ള ജോലി ചെയ്യുന്നത് കൊണ്ടോ ഒന്ന് വിശ്രമിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ഗവൺമെൻറ് ദിവസം തരുന്നത് ആരാധിക്കാനല്ല, പകരം ഒന്ന് വിശ്രമിക്കാനാണ്. ആ ദിവസം ചിലവഴിച്ചാണ് ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇത് കർത്താവിനെ സേവിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഓർപ്പിക്കട്ടെ. എൻ്റെ കൂടെ നടക്കുന്ന ഒരാളിനോട് യേശുവിനെ കുറിച്ചൊരു വാക്ക് പറയുവാൻ എനിക്ക് അവസരം ലഭിച്ചാൽ ആ പറയുന്നത് കർത്താവിൻ്റെ വേലയാണ്. തൻ്റെ 12 ശിഷ്യന്മാരോടല്ല യേശു ഇത് പറയുന്നത്. അതിൻ്റെ വെളിയിൽ ഒരു 70 പേരെ തിരഞ്ഞെടുത്ത് അവരോടാണ് യേശു ഇത് പറയുന്നത്. ഞാൻ പോകുവാനുള്ള ഗ്രാമങ്ങളിൽ എനിക്ക് മുന്നമേ നിങ്ങൾ ചെല്ലണം. നിങ്ങൾ ചെന്ന് എന്നെക്കുറിച്ച് അവിടെ അറിയിക്കണം. ഇന്ന് പകൽ യേശുവിനെ ഒന്ന് തെളിയിക്കുവാൻ, അറിയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അവസരം ലഭിച്ചു. നമ്മെക്കുറിച്ച് തിരുവചനം പറയുന്ന ഒരു പ്രസ്താവന, നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. പത്രമെന്ന് പറയുന്നത് അതിൻ്റെ എഡിറ്ററുടെയും അതിൻ്റെ ചുമതലക്കാരുടെയും ആശയങ്ങൾ കൊത്തവണ്ണം ന്യൂസ് പുറത്തു കൊണ്ടുവരുന്നതാ. സ്വർഗത്തെ വെളിവാക്കുന്ന കടമ എനിക്കും നിങ്ങൾക്കുമുണ്ട്. നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളെന്ന് പറയുന്നത് സുവിശേഷ വേലക്കാരെ കുറിച്ചല്ല. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളെന്ന് പറയുന്നത് സാധാരണ വിശ്വാസിയെക്കുറിച്ചാണ്. നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മിൽ പലരും ക്രിസ്തുവിൻ്റെ പത്രങ്ങളല്ല, ക്രിസ്തുവിൻ്റെ വീക്കിലികളാണ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മാത്രമേ നമ്മൾ ക്രിസ്തുവിനെ പ്രകടിപ്പിക്കാറുള്ളൂ. നമ്മൾ വീക്കിലിയായി മാറി. അയ്യോ, വേറെ ഏതെങ്കിലും മന്ത്ലിയാണ്. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ഒരു ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാറുള്ളൂ, മാസത്തിലൊരിക്കൽ. അതുമില്ലാത്തവരുണ്ടല്ലോ. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. നാൾതോറും ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നവരാ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ. എങ്കിൽ നാം കർത്താവിൻ്റെ വേലക്കാരാ. ഇന്ന് വരെ അത് കഴിയാത്ത, ആ ചിന്ത ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 12 ശിഷ്യന്മാരോട് പറയുന്നതല്ല, അവരുടെ വെളിയിൽ നിന്ന് അയക്കപ്പെട്ടവരോട് പറയുന്നതാ. 12 ശിഷ്യന്മാരോട് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലാ. അങ്ങോട്ടല്ല ഞാൻ പോയത്, അത് ഞങ്ങൾക്ക് ഉപദേശമാർക്കുള്ളതാണെന്ന് പറയാം. നോ, ഇത് ഞാൻ പൊതുവിലേക്ക് ഇറങ്ങുകയാണ്. താൻ ഒരു 70 പേരെ തിരഞ്ഞെടുത്തു. ആ 70 പേരെ പറഞ്ഞയച്ചു. അവരോട് പറഞ്ഞു, പോ, ഞാൻ ചെല്ലുവാനുള്ള ഗ്രാമങ്ങളിൽ എനിക്ക് മുന്നമേ നിങ്ങൾ ചെല്ലണം. നിങ്ങളെ ദൈവം അയച്ചിരിക്കുന്ന കോളേജുകൾ, നിങ്ങളെ ദൈവം അയച്ചിരിക്കുന്ന ഓഫീസുകൾ, നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാപനങ്ങൾ മറക്കരുത്. ഇവർ യേശുവിനെ അറിയേണ്ടതാണ്. യേശു അവിടെ ചെല്ലേണ്ടതിന് നമ്മയാണ് മുൻഗാമികളായി അയച്ചിരിക്കുന്നത്.
ഞാൻ പഠിച്ച സ്കൂളിലുള്ളവർ യേശുവിനെ അറിയേണ്ടതിന് എന്നെയാണ് ആദ്യം അവിടേക്ക് അയച്ചത്. ഞാൻ പഠിച്ച കോളേജുകളിലുള്ളവർ യേശുവിനെ അറിയേണ്ടതിന്, ഞാൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ യേശുവിനെ അറിയേണ്ടതിന് എന്നെയാണ് മുന്നമേ അവിടേക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ അവിടെ കയറിയാൽ യേശു പുറകെ വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ യോന പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു കൊച്ചു ഭാഗം ഒന്ന് ഓർപ്പിക്കാൻ പോകുകയാ. യോനയോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, നീ നിനവെ എന്ന് പറയുന്ന പട്ടണത്തിൽ പോകണം. വേദപുസ്തകത്തിൽ വലിയ പരിചയമില്ലാത്തവരെ കൂടെ കൊണ്ടുവരേണ്ടതിന് ഞാൻ ഇച്ചിരൂടെ പുറകോട്ട് വരാം. യോന എന്ന് പറയുന്ന വ്യക്തി പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം പ്രവചിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു. യോനയെ ദൈവം തിരഞ്ഞെടുത്ത് പ്രവാചകനായി അഭിഷേകം ചെയ്തു. യോനയോട് പറഞ്ഞു, നീ നിനവെ എന്ന പട്ടണത്തിലേക്ക് ചെല്ലണം. നിനവയുടെ ന്യായവിധി അടുത്തിരിക്കുന്നുവെന്ന് ആ പട്ടണത്തോട് പറയണം. പക്ഷെ യോന നേരെ നിനവയിലേക്ക് പോകാതെ വേറൊരു വഴി പോയി. ദൈവം അദ്ദേഹത്തെ പിടിച്ചു തിരിച്ചൊടുവിൽ നിനവയിൽ കൊണ്ടുവന്നു. നിനവയിൽ കൊണ്ടുവന്ന് അദ്ദേഹം നിനവക്കാരോട് പ്രസംഗിച്ചു, നിനവെ പട്ടണത്തിന്റെ ന്യായവിധി അടുത്തിരിക്കുന്നു. ഇന്നു മുതൽ 40 ദിവസത്തിനകം നിനവെ കൽക്കുന്നായി മാറാൻ പോകുകയാണ്. ഈ പട്ടണം ശൂന്യമായി തീരും. നിനവയുടെ രാജാവ് മുതൽ ഈ ദൈവിക ദൂതന്റെ മുമ്പിൽ വിറച്ചു. അവർ വിറച്ചുകൊണ്ട് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി മാറിയിരുന്നു. അന്ന് അവർ കടൽ കൊള്ളക്കാരായിരുന്നുവെന്നാണ് പറയുന്നത്. കടലിന്റെ ഇടയിലുള്ള ഒരു ദ്വീപായിരുന്നത് കൊണ്ട് അവർക്ക് ആ ബിസിനസ് നന്നായി ചെയ്യാമായിരുന്നു. സാഹചര്യത്തിനൊത്തവണ്ണം ഏത് ബിസിനസ്സും ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് നിനവേക്കാരും. അവരോടുള്ള ദൂതും കൂടെ ആയിരിക്കാം ഇത്. അങ്ങനെ നിനവേക്കാർ രാജാവ് ഉൾപ്പെടെ എല്ലാവരും മാനസാന്തരപ്പെട്ടു. അവരുടെ ദുർകൃത്യങ്ങൾ വിട്ടുതിരിയുവാൻ തീരുമാനിച്ചു. അവിടുത്തെ മൃഗങ്ങളെ ഉൾപ്പെടെ ഉപവാസത്തിന് നിർബന്ധിച്ചു. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഉപവസിക്കുവാൻ നിർബന്ധിച്ചു. മൃഗങ്ങളെ കെട്ടിയിട്ട് ആഹാരം കൊടുക്കാതെയായി. ആഹാരം കിട്ടാത്ത മൃഗങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു. കുഞ്ഞുങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു. പ്രായമുള്ളവർ ദൈവത്തോട് നിലവിളിച്ചു. കൂട്ടക്കരച്ചിൽ നിനവയിൽ നിന്ന് ഉയർന്നതോടെ ദൈവം നിനവയെക്കുറിച്ച് വിചാരിച്ചിരുന്ന ദൈവിക ന്യായവിധി മാറി. അവരെ ന്യായം വിധിച്ചില്ല. ഇത് കണ്ടപ്പോൾ യോനയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നു. യോന പറഞ്ഞു, കർത്താവേ, എനിക്ക് പണി പണ്ടേ അറിയായിരുന്നു, അതാ ഞാൻ ഇങ്ങോട്ട് വരാതെ പോയി. ഞാനിവിടെ വന്ന് പ്രവചിക്കും, യവന്മാർ മാനസാന്തരപ്പെടും, തമ്പുരാൻ ശിക്ഷിക്കത്തില്ല, ഒടുവിൽ ഞാൻ കള്ളപ്രവാചകനായി മാറും. ഇപ്പം ഞാൻ കള്ളപ്രവാചകനായില്ലേ? ശിക്ഷ നടന്നില്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരാതിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പദം എടുക്കാൻ താല്പര്യപ്പെടുന്നു. യോനയ്ക്ക് ഒരു കാര്യം അറിയായിരുന്നു, ഞാൻ പോയി പ്രവചിച്ചാൽ നിനവേക്കാർ മാനസാന്തരപ്പെടും. ഇന്ന് പകൽ എത്ര പേർക്ക് അതറിയാം? യോനയുടെ മേലുള്ള അഭിഷേകത്തിന്റെ ഗൗരവം, യോനയുടെ നാവിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ഗൗരവം, കള്ളക്കടത്ത് കടൽ കൊള്ളക്കാരായി വർക്ക് ചെയ്യുന്ന ഈ ഭീകരന്മാരുടെ ഇടയിൽ അഭിഷേക്തമായ നാവ് ഉപയോഗിച്ച് ഞാൻ ചെന്ന് സംസാരിച്ചാൽ ഈ പട്ടണക്കാർ മാനസാന്തരപ്പെടുമെന്ന് യോന പ്രവാചകന്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. എനിക്കതില്ലല്ലോ. യേശുവിന് പോകുവാനുള്ള ഗ്രാമങ്ങളിൽ തനിക്ക് മുന്നമേ താൻ ഒരു കൂട്ടം ശിഷ്യന്മാരെ അയച്ചു. ഇന്ന് പകൽ തിരിച്ചറിയൂ, ഞാനും നിങ്ങളും അയക്കപ്പെട്ട ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുന്നവരാ. അവരോട് പറഞ്ഞ അവിടെ ചെന്ന് ആളും തരവും കൊണ്ട് പറയാനല്ല. ചിലർക്ക് നമുക്കറിയാം, സുവിശേഷീകരണത്തിന് വേണ്ടി അനേകം മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. ചിലയിടത്ത് സ്കിറ്റ് നടത്തും, ചിലയിടത്ത് ഡ്രാമ നടത്തും, ചിലയിടത്ത് മൂവി കാണിക്കും. നമ്മൾ കൺവെൻഷൻ നടത്തിയെന്ന് വരും, ഉപവാസ പ്രാർത്ഥന നടത്തിയെന്ന് വരും. പല മെത്തേഡുകൾ പലരും ഉപയോഗിക്കും. തമ്പുരാൻ പറഞ്ഞു, നീ ഒരു മെത്തേഡിനും പോകണ്ട, നീ നേരെ പോയി വചനം പറ, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് പറ. കാര്യം ഞാൻ നിന്റെ നാവിന്റെ മേൽ ചിലത് തന്നിട്ടുണ്ട്. നിനവേക്കാരന്റെ മനസാക്ഷിയുടെ ഉള്ള് അറിയാവുന്ന ഞാൻ നിന്റെ നാവിന്മേൽ തന്നിരിക്കുന്ന അധികാരം നീ ഉപയോഗിച്ചാൽ മതി. നീ അവിടെ ചെന്നത് പറ, അവർ മാനസാന്തരപ്പെടട്ടെ. അങ്ങനെ നിനവയിൽ അദ്ദേഹം ചെന്നു. അവർ മാനസാന്തരപ്പെടുമാറ് പ്രവചനത്തിന്റെ പദങ്ങൾ പറഞ്ഞു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലർക്കറിയാമോ, നിങ്ങളുടെ നാവിന്റെ മേൽ ദൈവം ഒരു അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്ക്, അപ്പോഴല്ലേ അറിയത്തുള്ളൂ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കൂ, അപ്പോഴല്ലേ അറിയത്തുള്ളൂ. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവം ചിലരെ ഏൽപ്പിക്കുകയാണ്. അതൊന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാക്, അപ്പോഴല്ലേ അറിയത്തുള്ളൂ. ദൈവം ഏൽപ്പിച്ചത് ചെയ്യുവാൻ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. അവരോട് തമ്പുരാൻ പറഞ്ഞ പദമാണ്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യൻ. ഇന്ന് ഞെരുക്കത്തിലിരിക്കുന്നവരോട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, നാം ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവരെങ്കിൽ, നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വേലക്കാരെങ്കിൽ, നാം പട്ടിണിയില്ലാതെ നടത്തുവാൻ, യോഗ്യമായി നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തൻ. നമ്മുടെ ദൈവം ശക്തൻ. ഇതിന്റെ അർത്ഥം ആർക്കും ഞെരുക്കം വരത്തില്ലെന്നല്ല. ഈ പറയുന്നതിനെല്ലാം ഒരു മറുവശമുണ്ട്. കഷ്ടം വന്നാലും മാറത്തില്ലെന്ന് തെളിയിച്ച ശേഷമേ ദൈവം ഒരുവന്റെ മേൽ പകരത്തുള്ളൂ. പ്രശ്നം വന്നാലും പോകയില്ലെന്ന് തെളിയിച്ച ശേഷമേ ദൈവം ഒരുവനെ നന്നാക്കി എടുക്കത്തുള്ളൂ. എന്നാൽ ദൈവം തെളിയിച്ച ശേഷം തള്ളിക്കളയാറില്ല. തെളിയിച്ച ശേഷം ദൈവം ഉപയോഗിക്കും. ഇന്ന് പകൽ ഒന്നുകൂടെ തിരുസന്നിധിയിൽ പ്രതിഷ്ഠിക്കാം. ഞാൻ ദൈവസന്നിധിയിൽ തെളിയിക്കപ്പെടാൻ പോകുകയാണ്. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യൻ, തന്റെ കൂലിക്ക് യോഗ്യൻ. ഇത് പറയുമ്പോൾ
പഴയ നിയമം കൂടെ എടുത്തില്ലെങ്കിൽ ഇതാർക്കും മനസ്സിലാകത്തില്ല. യേശുവിൻ്റെ വാക്കാ അല്ലെങ്കിൽ ദൈവപുത്രന്റെ വാക്കാ. വായിക്കാം, ആവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 24:15. വേലക്കാരനോട് എങ്ങനെ ഇടപെടണമെന്നാണ് ദൈവത്തിന്റെ തീരുമാനം. എന്നിട്ട് വേണമല്ല ബാക്കി ഇങ്ങോട്ട് പറയുവാൻ. അവന്റെ കൂലി അന്നേക്കൊന്ന് കൊടുക്കണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. അവൻ ദരിദ്രനും അതിനായി ആശിച്ചുകൊണ്ടിരിക്കുന്നവനുമല്ലോ. ഓ ഗോഡ്, ആരെയെങ്കിലും ഒരാളിനെ നീ വിളിച്ച് വേലയ്ക്ക് നിർത്തിയാൽ, എബ്രായരോട് പറയുന്ന പദമായത്, ആരെയെങ്കിലും ഒരുത്തനെ നീ വിളിച്ച് വേലയ്ക്ക് നിർത്തിയാൽ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നമേ അവന്റെ കൂലി കൊടുത്തിരിക്കണം. കാരണം ഇന്ന് കൂലിയും കൊണ്ട് ചെന്ന് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാം എന്ന കണക്കിലല്ലേ നീ അവനെ വിളിച്ചത്. അവൻ അന്നത്തെ ആഹാരത്തിനുള്ളത് അവന് കൊടുത്തിരിക്കണം. ഇത് ദൈവത്തിന്റെ പ്രമാണമാ. ആ പ്രമാണം കൊടുത്ത ദൈവം തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാ, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലേ? ഈ നിയമം വെച്ച ഞാൻ മാറിക്കളയത്തില്ല. ഓ ഗോഡ്, ഇതിന്റെ ഗൗരവത്തിലേക്ക് ഞാൻ ഇറങ്ങുകയാ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾ ഇടപെടുവാൻ ഈ വചനം ഉപയോഗിക്കുന്നതിനായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ആവർത്തിക്കാം, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇടപെടുവാൻ ഈ വചനം ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന്റെ പ്രമാണം, നീ ഒരു വേലക്കാരനെ വിളിച്ച് അവനെ കൊണ്ട് വേല ചെയ്യിച്ചാൽ അവന്റെ കൂലി കൊടുത്തിരിക്കണം. എപ്പോഴെങ്കിലും തരാമെന്ന് പറഞ്ഞ് വിടാനല്ല, അന്ന് നേരം അസ്തമിക്കുന്നതിന് മുന്നമേ. ചിലയിടത്ത് ശമ്പളം കിട്ടുന്നത് മാസത്തിന്റെ 31-ാം തീയതിയാ, ചിലയിടത്ത് പിറ്റേ മാസം 10-ാം തീയതിക്കകമാ. ഞാൻ ആ കണക്ക് ധരിക്കാനല്ല പറഞ്ഞത്. എപ്പോൾ കൊടുക്കാമെന്നുള്ള കണക്കിലാണ് ഒരുവനെ വിളിച്ചത്. അന്ന് വിളിക്കുന്നത് അന്നന്ന് വൈകിട്ടാ കൂലി വാങ്ങുന്നത്. അന്നന്ന് വൈകിട്ട് കൂലി കൊടുക്കുന്ന കാലത്ത് പറയാ, പറഞ്ഞ സമയത്ത് അവന്റെ കൂലി കൊടുത്തിരിക്കണം. അതിനുവേണ്ടിയല്ലോ അവൻ വന്ന് നിൽക്കുന്നത്. വായിക്കാം, യെരമ്യാവിന്റെ പുസ്തകം 22:13. യെരമ്യാവ് 22:13. സത്യത്തിൽ ആ വാക്യം മൈക്ക് കൂടെ വായിച്ചാൽ പറ്റുള്ളൂ ബ്രദർ. ഒന്നില്ല ബ്രദറിന്റെ മൈക്ക് കൂടെ അല്ലെ ഇപ്പുറത്ത് വാരി, എവിടെ മൈക്ക് കൂടെ വാക്യം പറയണം. നീതികേട് കൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനയും വിശാലമായ മാളികയും പണിയും എന്ന് പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായമിടുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം. ഇവിടെ കൂലിക്കാരെ കൊണ്ട് കൂലി ചെയ്യിച്ച് വൻകിട പണികൾ തീർത്ത് കൂലിക്കാരന് കൂലി കൊടുക്കാതിരിക്കുന്നവന് അയ്യോ കഷ്ടം. നമ്മുടെ ദൈവം എന്നെയും നിങ്ങളെയും തൻ്റെ ജോലിക്ക് വേണ്ടി വിളിച്ചെങ്കിൽ താൻ പണിയുന്ന അരമന നിസ്സാരമല്ല എന്നൊന്ന് ഓർപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ നിങ്ങൾ വായിച്ചു കേട്ട വിശദീകരണത്തിൽ യെരമ്യാവിൻ്റെ കാലത്തുള്ള മഹാ ചക്രവർത്തിമാരുടെ ഏറ്റവും വലിയ അരമനകളിൽ ഒന്നിനെയാണ് തൊടുന്നത്. ചായില്യം കൊണ്ട് ചായം തേച്ച്, ദേവദാരു കൊണ്ട് കതക് പിടിപ്പിച്ച്, വിശാലതയിൽ പണിതുയർത്തുന്ന പല മാളികകൾ നിലകളുള്ള ബഹുനില കെട്ടിടമായി കൊട്ടാരം പണിയുന്ന മഹാരാജാവിനോട് ഉപമിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഒരുപാട് പേരെ കൊണ്ട് അധ്വാനിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത്. അവന്റെ കൂലി നേരത്തിന് കൊടുക്കാതെ അവനെ ഇട്ട് പീഡിപ്പിച്ചാൽ നിനക്കയ്യോ കഷ്ടം. ഇത് പറഞ്ഞ കർത്താവ് ചോദിക്കുകയാണ്, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലയോ? ഇന്ന് ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളും ഞാനും ചേർന്ന് നിന്ന് തമ്പുരാന് വേണ്ടി പണിയുന്ന ദൈവിക സാമ്രാജ്യം വലിയതാ. ഓ ഗോഡ്, ഇതൊന്ന് വിശദീകരിച്ച് തീർക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ദൈവിക സാമ്രാജ്യത്തിന്റെ വലിപ്പത്തെ ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ചു തൊടാം, മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകാം. ഞാൻ പല പ്രാവശ്യം തൊട്ടിട്ടുള്ളതാ, പിന്നെ ഓർപ്പിക്കുന്നു എന്ന് മാത്രം. 1990കളിൽ, ഞാൻ കറക്റ്റ് വർഷം ഓർക്കുന്നില്ല, ഒരു ജൂലൈ മാസത്തിൽ ന്യൂജേഴ്സിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ചാവൂസ് എന്ന ഒരു മാസികയുടെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ കിട്ടി. അതിനകത്തൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രപഞ്ചം ഉത്തരദിക്കിനെ ലക്ഷ്യമാക്കി വളരെ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇത് ശാസ്ത്രീയ കണക്കാണ്. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഭൂമി ഉൾപ്പെട്ട് നിൽക്കുന്ന സൗരയൂഥം, സൂര്യഗ്രഹം, ആ സൂര്യഗ്രഹം ചേർന്ന് നിൽക്കുന്ന മിൽക്കി വേ, നമ്മുടെ ഗാലക്സി, അങ്ങനെയുള്ള ഗാലക്സികൾ എല്ലാം കൂടെ ചേരുന്ന യൂണിവേഴ്സ്, പ്രപഞ്ചം വടക്കേ ദിക്കിനെ ലക്ഷ്യമാക്കി അതിവേഗതയിൽ വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്, അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു,
ഭൂമിയെ നാസ്തിത്വത്തിന്റെ മേൽ തൂക്കുന്നു. ആവർത്തിക്കാം. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്റെ മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്റെ മേൽ തൂക്കുന്നു. ഭൂമിയിൽ നിന്നൊരുവൻ ട്രൂ നോർത്തിന് നേരെ നോക്കിയാൽ ഒരു നക്ഷത്രവും കാണാനില്ല, ഒരു ഗ്രഹവും കാണാറില്ല. വഴിതെറ്റിയ വാൽനക്ഷത്രം പോലും അതിനകത്ത് കയറിയിട്ടില്ല. ഐ സ്റ്റിൽ റിപ്പീറ്റ്, ഷൂട്ടിംഗ് സ്റ്റാർ, വാൽനക്ഷത്രങ്ങൾ വഴിതെറ്റി പലപ്പോഴും ചാടാറുണ്ട്. അതിലൊന്നുപോലും ഈ നെബൂളയിൽ കയറിയിട്ടില്ല. ഈ ഭാഗത്തെ ശാസ്ത്രലോകം നോർത്തൻ നെബൂള എന്ന് വിളിക്കും. നോർത്തൻ നെബൂള, പല നെബൂളകളുണ്ട്, അതിലെ നോർത്തൻ നെബൂള. ഏറ്റവും ഉത്തരദിക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം 2.5 ഡിഗ്രി മാറിയാ നിൽക്കുന്നത്. പോൾ സ്റ്റാർ, ധ്രുവ നക്ഷത്രം 2.5 ഡിഗ്രി മാറിയാ നിൽക്കുന്നത്. അതിനടുത്ത നക്ഷത്രങ്ങൾ 4.5 ഡിഗ്രി മാറി നിൽക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ഉത്തരദിക്കിൽ നിന്നും വടക്ക് വശത്തോട്ട് വരച്ചാൽ ഒരു ചോർപ്പിന്റെ ആകൃതിയിൽ വിരിഞ്ഞു പോകുന്ന ഒരു കോണിക്കൽ ഷേപ്പ് കാണാം. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്റെ മേൽ വിരിക്കുന്നു. അതാ വേദപുസ്തക പ്രയോഗം. ഭൂമിയെ നാസ്തിത്വത്തിന്റെ മേൽ തൂക്കുന്നു. ഈ വിരിക്കപ്പെട്ട ഭാഗത്തെ നോർത്തൻ നെബൂള എന്ന് വിളിക്കും. എന്നാൽ ഈ പ്രപഞ്ചം ആ നോർത്തൻ നെബൂളയിലേക്ക് എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ വേഗതയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ചുരുക്കം പേർക്ക് ഇത് മനസ്സിലാകത്തുള്ള ആവശ്യമുള്ളൂ. ഇറ്റ്സ് ബിയോണ്ട് ദ സ്പീഡ് ഓഫ് ദ എസ്കേപ്പ് വെലോസിറ്റി. ഇതങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശാസ്ത്രത്തിന് ഒരുമാതിരി തിരിച്ചറിവായ കാലം മുതൽ പ്രൊഫസർ ലാർക്കിൻസൺ ആ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശാസ്ത്രത്തിന് ഒരുമാതിരി കഴിവായത് മുതൽ ഈ വടക്ക് നിന്ന് ഭൂമിയെ ആകർഷിക്കുന്നത് ആരെ എന്നറിയേണ്ടതിന് ജൈജാന്റിക് ലെൻസസ് ഹാഡ് ബീൻ സ്കാനിങ് ദ നോർത്തൻ നെബൂള. ശക്തിയേറിയ ടെലിസ്കോപ്പുകൾ തന്റെ വടക്ക് ദിക്കിലുള്ള നെബൂളയെ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ, ആരുടെ ഇതിനെ അങ്ങോട്ട് വലിക്കുന്നതെന്ന്. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരാൾ ഞാൻ അവിടെ 2-3 ഇരിപ്പുണ്ട്. അവരിൽ ഒരാൾ ഞാനും കൂടെ വടംവലി തുടങ്ങിയാൽ ഞാൻ ആ പിള്ളേരെ വലിച്ച് ഞടിപ്പിക്കും. കാര്യം എനിക്ക് അവരെക്കാൾ വില കൂടുതൽ. പക്ഷേ ഇതിനകത്തിരിക്കുന്ന 20, 22 വയസ്സുള്ള 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും ഞാനും കൂടെ വടം പിടിച്ച് അതിൻ്റെ മൂക്കയിൽ തൊലി കാണുക, എല്ലാം വലിച്ചോണ്ട് പോകും. അവനാ വില കൂടുതൽ. അതുകൊണ്ട് അവനാ വില കൂടുതൽ. 2 വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിച്ചാൽ ബലമുള്ളവൻ ബലമില്ലാത്തവനെ ഇനി വലിച്ചെടുക്കും. ഭൂമി ഉൾപ്പെടുന്ന, സൂര്യഗ്രഹം ഉൾപ്പെടുന്ന, മിൽക്കി വേ ഉൾപ്പെടുന്ന മുഴുപ്രപഞ്ചത്തെയും കൂടെ വടക്കോട്ടൊരുത്തം വലിക്കുന്നെങ്കിൽ അവൻ ആരുടെ ഭീമൻ? ഇതാരാന്നൊന്ന് കാണാൻ, അങ്ങനെ ഒരുത്തനെ കാണാനും ഇല്ലായിരുന്നു. ഈ ലെൻസസ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൊഫസർ ലാർക്കിൻസൺ പറയുന്നത് കഴിഞ്ഞ ദിവസം, ഇത് 90കളിലെ റിപ്പോർട്ടാണ്, ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു പ്രകാശം വടക്കേ നെബൂളയിൽ നിന്നും പെട്ടെന്ന് വന്ന് ലെൻസിൽ കിട്ടി, ചില മിനിറ്റുകളിലേക്ക് മാത്രം. അതിനെ ഞങ്ങൾ അനലൈസ് ചെയ്തു. വീണ്ടും അതങ്ങ് നഷ്ടമായി, പിന്നെ അത് കാണാതെയായി. ഇത്രയും ദൂരെയുള്ള ഒന്നാണ്, അതിനെ ഫോക്കസ് ചെയ്യുന്ന അത്ര എളുപ്പമൊന്നും അല്ല, അതങ്ങ് കാണാതെയായി. ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ഈ സ്കാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഞങ്ങൾക്ക് കിട്ടിയതിനകത്തുനിന്ന് തിരിച്ചറിയുന്നത് സാധാരണ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഉരുണ്ടതോ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ളതോ ആ. പക്ഷേ ഈ ഒരു വസ്തു അവിടുന്ന് കണ്ടുകിട്ടിയത് ക്യൂബിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. വീതിയും നീളവും ഉയരവുമുള്ള ഒരു ക്യൂബിൻ്റെ ഷേപ്പിലാണ് ഈ വസ്തുവിനെ കണ്ടത്. ചുരുക്കം ആശയങ്ങൾ മാത്രം അതിനെക്കുറിച്ച് പറയാം. ഞാൻ ഇവിടെ ഈ ചർച്ചിൽ അതിൻ്റെ കോപ്പി എടുത്ത് ഒരുപാട് സെറക്സ് കോപ്പികൾ ഈ ചർച്ചിൽ സഹോദരി സഹോദരന്മാർക്ക് ആ കാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗംഗനയിലായിരുന്ന സമയത്താണ് ഇതിൻ്റെ വന്നത്. ഇപ്പോൾ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയാൻ വയ്യ. അതിൻ്റെ വട്ടത്തിലൊരു മതിലുണ്ട്. ആ മതിലിൻ്റെ മുമ്പിൽ ഒരു ഗേറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ആ ഗേറ്റിൻ്റെ വലിപ്പം ഒന്ന് കേട്ടോണം. 18 ട്രില്യൺ നോട്ടിക്കൽ മൈൽസ് ആണ് ഒരൊറ്റ ഗേറ്റിൻ്റെ വീതി. 18 ട്രില്യൺ, അത്ര എണ്ണാൻ അറിയാവുന്നവർ നമ്മുടെ ഇടയിലില്ല. 18 ട്രില്യൺ നോട്ടിക്കൽ മൈൽസ് ആണ് ആ ഒരൊറ്റ ഗേറ്റിൻ്റെ ഏറെക്കുറെ വീതി കണക്കാക്കാമാകുന്നത്. തുടർന്ന് അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഈ നോർത്തൻ നെബൂളയെ മാത്രം സ്കാൻ ചെയ്യുവാൻ ഒരു ഒബ്സർവേറ്ററി വെച്ചിട്ടുണ്ട്. ആ ഒബ്സർവേറ്ററിയിൽ 2 പ്രാവശ്യമെങ്കിലും പോയി കാണുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള പാസ്റ്റർ റോയ് വർഗീസാണ് എന്നെ 2 പ്രാവശ്യം അവിടെ കൊണ്ടുപോയത്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആഴ്ചതോറും ഈ വസ്തുവിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരുന്നു.
കാരണം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന നീളവും വീതിയും ഉയരവും വട്ടത്തിൽ വൻമതിലും മതിലിൻ്റെ മുമ്പിൽ ഗേറ്റുമുള്ളതായ സ്വർഗം എന്ന് ചിത്രീകരിക്കുന്ന ആ ആശയത്തിൽ നിന്ന് വരവണ്ണം വ്യത്യാസമില്ലാത്ത ഒരു ചിത്രീകരണമാണ് ഈ കണ്ടുകിട്ടിയത്. അതുകൊണ്ട് അത് സ്വർഗം തന്നെ ആയിരിക്കണം എന്ന് ഉള്ള ചിന്തയിൽ പ്രസിഡന്റ് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ചോദിച്ചിരുന്നു. ഏഷ്യൻ വിമൻസ് മാഗസിൻ എന്ന മാസിക ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞൊരു കംപ്ലീറ്റ് എയർ ഒബ്സർവേറ്ററി കാലിഫോർണിയയിൽ ഇതിനു വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ അവർ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക. പോയി കാണാൻ എനിക്കും സാധിച്ചു. ദൈവത്തിന് ചില പണികളുണ്ട്, അപാരമായൊരു പണിയാണ്. ഇവിടെ പറഞ്ഞു ആയില്യം കൊണ്ട് ചായം തെറ്റ്, തേണ്ട ദേവദാരു കൊണ്ട് കതകുകൾ പിടിപ്പിച്ച് മാളികയ്ക്ക് മുകളിൽ മാളിക വെച്ച് ജോലിക്കാരന് കൂലി കൊടുക്കാതെ പണിയിപ്പിക്കുന്ന രാജാക്കന്മാർക്ക് അയ്യോ കഷ്ടം. നിത്യതയിൽ താൻ പണിയുന്ന ആ വൻ പണിയെ നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യിക്കുന്ന ആ ക്രിയയോട് ചേർത്താണ് എൻ്റെ കർത്താവ് ഇത് പറയുന്നത് എന്ന് മറക്കരുത്. സമയമായപ്പോൾ തൻ്റെ പുത്രനെ ഈ മണ്ണിലേക്ക് അയച്ചു. ഒരു 70 പേരെ ഇങ്ങോട്ട് വിളിച്ചയച്ചു പറഞ്ഞു, ഞാൻ ചെല്ലാനുള്ള ഗ്രാമങ്ങളിൽ എനിക്ക് പകരം എനിക്ക് മുമ്പേ നിങ്ങളൊന്ന് ചെല്ല്. കൂലിക്കാരൻ വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാ. ഇന്ന് പകൽ ദൈവിക സാമ്രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ തീരുമാനിച്ച ദൈവ പൈതലേ, നിങ്ങളുടെ അധ്വാനത്തിന്റെ ആകത്തുക ഒരു ചെറിയതല്ല, ഒരു വലിയതാകയാൽ ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു കൊച്ചു കുടില് പണിയുന്നവനും ഒരു കൊട്ടാരം പണിയുന്നവനും ജോലിക്കാരൻ ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാ. രാവിലെ എഴുന്നേറ്റ് മണ്ണ് കുഴച്ചു, സിമെന്റ് കുഴച്ചു. ഒരുത്തൻ പണിയുന്നത് കുടിലാകാം, വേറൊരുവൻ പണിയുന്നത് കൊട്ടാരമാകാം. കൊട്ടാരത്തിന്റെ പണി തീർന്നു വരണമെങ്കിൽ സംവത്സരങ്ങൾ എടുക്കും. കുടിലിന്റെ പണി ആഴ്ചകൾ കൊണ്ട് തീർന്നെന്ന് വരും. എന്നെ കുടില് പണിയാൻ വിടാതെ കൊട്ടാരം പണിയുവാൻ വിളിച്ചെടുത്ത ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. 2 പേരുടെയും അധ്വാനം ഒന്നാ, 2 പേരും ചിലവഴിക്കുന്നത് ഒന്നാ. 3 പേരുള്ള സഭ ഉണ്ടാക്കുവാനും 30,000 പേരുള്ള സഭ ഉണ്ടാക്കുവാനും പ്രവർത്തിക്കുന്നവരുടെ പ്രവൃത്തി ഏറെക്കുറെ ഒരുപോലെയായിരിക്കും. എന്നെ തന്റെ വിശാലമായ വയലിലേക്ക് വിളിച്ചു നിർത്തിയ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അനേകർക്ക് അവസരം ലഭിക്കാതെ വന്നതിനെ എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുവാൻ തമ്പുരാൻ തിരിഹിതമാകയാൽ ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. എൻ്റെ യേശു ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്ന ശക്തിയേറിയ ഒരു പ്രസ്താവനയുണ്ട്. 10-ാം അധ്യായത്തിൽ നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ, എത്രാമത്തെ വാക്യം നോക്കട്ടെ, ലൂക്കോസ് 10 കിടപ്പുണ്ട്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും കഴിഞ്ഞില്ല, നിങ്ങൾക്കോ അതിന് പദവി ലഭിച്ചു. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ വലിയതിൽ ചേർന്ന് പണിയുവാൻ കർത്താവ് നമ്മെ ആക്കിയിരിക്കുകയാണ്. ഒരു ചോദ്യം, വേലക്കാരൻ കൂലിക്ക് യോഗ്യനല്ലേ? പുറപ്പാട് പുസ്തകം 21:15 നോക്കാം. പുറപ്പാട് 21:15. തന്റെ അപ്പനെയോ അമ്മയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. 21:15 അതാണോ? ആണോ? ആണെങ്കിൽ ഐ എം സോറി, എൻ്റെ വാക്യം തെറ്റിയതാകാം. ഓൾറൈറ്റ്, കൂലിക്കാരനെ കുറിച്ച് അല്ലെങ്കിൽ വിട്. മേ ബി ലേവ്യ പുസ്തകത്തിലാകാം. ഐ എം സോറി, ലീവ് ഇറ്റ്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യൻ. ഞാൻ ആ പദത്തിലേക്ക് മടങ്ങി വരട്ടെ. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി തന്നിരിക്കും. ദൈവം എപ്പോഴായിരിക്കും എനിക്ക് വേണ്ടി തരുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണു ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ട് കണ്ടില്ല. നിൽക്കട്ടെ, ഭാഗം മറിക്കരുതെന്ന് മാത്രം. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ രാജാക്കന്മാർ ആഗ്രഹിച്ചു, നടന്നില്ല. ലോകത്തിന്റെ ആരംഭം മുതൽ ദൈവപ്രവൃത്തി ഇവിടെ നടന്നു തുടങ്ങിയത് മുതൽ ഒരു സഭ വളർച്ച ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊന്ന് കാണുവാൻ ആളുകൾ 100കളിൽ ഒരുമിച്ച് ചേരുമെന്ന് പ്രവചിച്ച പ്രവാചകന്മാരുണ്ട്. അവരുടെ കണ്ണുകൾ 100 വിശ്വാസികൾ ഒരുമിച്ചിരിക്കുന്നത് കാണാതെ അവർ നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. 1000 ഒരുമിച്ച് ആരാധിക്കുമെന്ന് പ്രവചിച്ച പ്രവാചകന്മാർ അത് കാണാതെ വണ്ണം സ്ഥലം വിട്ടു. നിങ്ങൾ ഇന്ന് കാണുന്നതിനെ കാണുവാൻ അനേകർ ആഗ്രഹിച്ചിട്ടും അവർക്ക് കഴിയാതെ പോയി. നിങ്ങൾക്കോ ഒരു വലിയ പണിയുടെ ഭാഗമാകുവാൻ അത് കാണുവാൻ ദൈവം കൃപ തന്നു. നിങ്ങൾ കാണുന്നത് കാണുവാൻ ഏറിയ പ്രവാചകന്മാർ ആഗ്രഹിച്ചു, കഴിയാതെ പോയി. നിങ്ങൾ കേൾക്കുന്ന താവട്ട് വായിച്ചാട്ടെ. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. അനേക രാജാക്കന്മാർ പ്രവാചകന്മാർ ആഗ്രഹിച്ചതാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് കേൾക്കാൻ.
ഇന്ന് തന്നെ ഇവിടെ 100 പേര് സ്നാനപ്പെടുന്നു. നാളെ തന്നെ ഇവിടെ 1000 പേര് ഒരുമിച്ച് കൂടുന്നു. മറ്റന്നാൾ തന്നെ 10,000 പേര് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ തന്നെ ക്യാൻസർ രോഗം സൗഖ്യമാകുന്നു. ഇവിടെ തന്നെ ക്യാൻസർ ഇജക്ട് ചെയ്യപ്പെടുന്നു. മറ്റിടത്ത് തന്നെ മരിച്ചവൻ ഉയർക്കുന്നു. ഇതൊന്ന് കേൾക്കുവാൻ എത്രയോ പേര് ആഗ്രഹിച്ചു, അവരെ കൊണ്ട് കഴിയാതെ പോയി. അവരുടെ ചെവി കേൾക്കുവാൻ ആഗ്രഹിച്ചത് അവർക്ക് കേൾക്കുവാൻ കഴിയാതെ പോയി. അവരുടെ കണ്ണ് കാണുവാൻ ആഗ്രഹിച്ചത് അവർക്ക് കഴിയാതെ പോയി. നിങ്ങളോ ഭാഗ്യമേറിയവർ. കാര്യം, നിങ്ങൾ ജീവിക്കുന്ന തലമുറ മറ്റൊന്നാ. നിങ്ങളെ ഒരു വലിയ പണിക്ക് വേണ്ടി ഞാൻ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിലത് കാണും. നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുടെ മുമ്പിൽ രാജാക്കന്മാർ ആഗ്രഹിച്ചിട്ട് കാണാഞ്ഞത് നമ്മൾ കണ്ടിരിക്കും. നാം ഇന്ന് കേൾക്കുന്ന കേൾവികളിൽ പ്രവാചകന്മാർ കേൾക്കുവാൻ ആഗ്രഹിച്ചിട്ട് കഴിയാഞ്ഞത് നാം കേട്ടിരിക്കും. ഭാരതത്തിന്റെ സുവിശേഷീകരണം, ദൈവജനത്തിന്റെ ജയം നാം കണ്ടിരിക്കും. ഞാൻ തിരിച്ചു വരട്ടെ. പണി ചെയ്യുന്ന വേലക്കാരെ തമ്പുരാൻ നമ്മെ ഓർക്കുന്നവനാണ്. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ. ഒരു വലിയ കെട്ടിടം പണിയുവാൻ, മഹാരാജാവിന്റെ സിംഹാസനം വയ്ക്കേണ്ടതിന്, ഒരു വലിയ കൊട്ടാരം പണിയുവാൻ വിളിക്കപ്പെട്ട ജോലിക്കാരെ നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ തെറ്റുകാരനെന്ന് ദൈവം സമ്മതിക്കേണ്ടതായി വരും. ഇല്ല, ദൈവം ഒരിക്കലും അനാവശ്യം ചെയ്യുകയില്ല, അമാന്യത കാണിക്കയില്ല. തന്നെ സേവിക്കുന്നവർക്ക് വേണ്ടി തമ്പുരാൻ ചെയ്തിരിക്കും. ഇന്ന് പകൽ നമുക്കിതൊന്ന് വിശ്വസിക്കാം. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തിരിക്കും. ഇന്നും നിരാശയിൽ കഴിയുന്നവർ കണ്ടേക്കാം. ഇന്ന് പകൽ നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ജനത്തെ നിരാശയിലേക്ക് നയിക്കുന്ന ആ ശക്തികൾ പൊട്ടുവാൻ സഭയായി ഞങ്ങൾ ആവശ്യപ്പെടുകയാ. ഒരു ഡെലിവറൻസ് ഞങ്ങൾ ചോദിക്കുകയാ. ചിലരുടെ വേദനകളുടെ നടുവിൽ, ഹൃദയഭാരങ്ങളുടെ നടുവിൽ നുറുങ്ങുന്ന മനസ്സുമായി ദൈവസന്നിധിയിൽ താണിരിക്കുന്നവരെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആ ശക്തികൾ പൊട്ടട്ടെ. ഈ ജനം സ്വതന്ത്രമാകട്ടെ. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ. യേശു ഒരിക്കൽ പറഞ്ഞു, ആകാശത്തിലെ പറവയെ നോക്ക്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരെ കൂട്ടിവെക്കുന്നുമില്ല. കാക്കയ്ക്ക് പനി വന്ന് ആശുപത്രി പോയെന്ന് ഇന്ന് വരെ ആരും കേട്ടിട്ടില്ല. അതിനൊരു ആശുപത്രി തമ്പുരാൻ ഉണ്ടാക്കിയില്ല. സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും ഒരു കർത്താവിന്റെ ദാസൻ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മുടെ അമ്മച്ചിമാരോട് ചോദിച്ചാൽ വലുതും ചെറുതുമായ മീൻ അവരെത്ര എണ്ണത്തെ വെട്ടിയെടുത്തിട്ടുണ്ട്? മെലിഞ്ഞു പോയ ഒറ്റ മീനെ അവരമ്മച്ചി കണ്ടിട്ടുണ്ടോ? നോ. ചെറിയ പ്രായം മുതൽ പ്രായമുള്ളവർ വരെ എത്ര 1000 മത്സ്യങ്ങളെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൽ മെലിഞ്ഞു പോയ ഒറ്റ മത്സ്യമില്ല. സമുദ്രത്തിലെ ജീവികൾക്ക് അതിന്റെ ആഹാരം കൊടുത്ത ദൈവം. ഒരൊറ്റ കാക്കയ്ക്ക് പനി വന്ന് ആശുപത്രിയിൽ പോയ ചരിത്രമില്ല. അതിന്റെ ആയുസ് മൊത്തം അത് ജീവിക്കും. അതിന് ആരോഗ്യം കൽപ്പിച്ച ദൈവം. 3, വയലിലെ താമരയെ നോക്ക്. അവൻ നൂൽ നൂറ്റിട്ടില്ല, അത് തയ്യക്കടയിൽ കയറിയിട്ടില്ല, ഫാഷൻ ടൈലറെ സന്ദർശിച്ചിട്ടില്ല. ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഒരു താമരയ്ക്കൊപ്പം അണിഞ്ഞിരുന്നില്ല. അടുത്ത പദം, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ഇത്രയും അണിയിച്ച ദൈവം. ഓ ഗോഡ്. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ഇത്രയും അണിയിച്ച ദൈവം. അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാ. ഇന്ന് പകൽ ദൈവത്തെ സേവിക്കുന്ന വേലക്കാരെ, നാം നമ്മുടെ കൂലിക്ക് യോഗ്യരാ. ഏതൊക്കെയായിരിക്കും അവൻ തരുന്ന കൂലി? പല രാജാക്കന്മാർ ആഗ്രഹിച്ചിട്ട് കാണാഞ്ഞത് കാണുവാൻ, പല പ്രവാചകന്മാർ കേൾപ്പാൻ ആഗ്രഹിച്ചിട്ട് കേൾക്കാഞ്ഞത് കേൾക്കുവാൻ ദൈവം നമ്മെ ഒരുമിച്ച് വിളിച്ച ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് വാഴ്ത്താം. വിശ്വസ്തയോടെ ഈ ദൈവത്തെ സേവിക്കുവാൻ നമുക്കൊന്ന് തയ്യാറാകാം. പലപ്പോഴും പിശാച് നമുക്ക് വരേണ്ട ചില നന്മകൾ തടഞ്ഞു വെക്കും. ചിലപ്പോൾ നമ്മുടെ ബലഹീനതകൾ ഈ നന്മകളെ തടഞ്ഞു വെക്കും. ലൂക്കോസിന്റെ സുവിശേഷം താഴോട്ടൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ കാണാം. ഭയങ്കരമാ. ഓക്കെ, നമുക്കതിന്റെ 18ാമത്തെ വാക്യം വായിക്കാം. 10:18. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ പോകുന്ന പോക്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് വിടാതെ വണ്ണം തടഞ്ഞു നിർത്തുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു. അത് താഴോട്ട് വീഴുന്ന വീഴ്ച ഞാൻ കണ്ടു. 2 അർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. 1ാമത്തെ അർത്ഥമാണ് ഞാൻ എടുത്തത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയായിരുന്നു. നിങ്ങളെ 70 പേരെ പറഞ്ഞയച്ചേച്ച് ഞാൻ ഉറങ്ങുകയല്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ
നിങ്ങൾക്കെതിരെ ആകാശമണ്ഡലങ്ങളിൽ കോട്ട കെട്ടിയിരുന്ന ആ ശക്തികൾ ഇടിഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടു എന്നതിനൊരു അർത്ഥമുണ്ട്. 2, നിങ്ങളെ എതിർക്കുവാൻ പിശാച് കൂട്ടമായി ഇറങ്ങി വന്നു. 1, ആകാശമണ്ഡലങ്ങളിൽ നിന്ന് ഇവനെ ഇടിച്ചു കളയുന്ന ദൈവശക്തി. ആ ഇടിഞ്ഞു വീഴുന്ന വീഴ്ചയ്ക്കും ഇവൻ ഒടുവിലത്തെ അറ്റാക്ക് നടത്തിയേ പോകത്തുള്ളൂ എന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. ആ ഭാഗത്തെ 2ആയി തിരിച്ചുകൊണ്ട് വീണ്ടും ഞാൻ താഴോട്ട് ഇറങ്ങുക. 1, ആകാശമണ്ഡലങ്ങളിൽ നിങ്ങൾക്കെതിരെ നിന്ന ചില ശക്തികൾ നാം കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഇടിഞ്ഞ് താഴെ വീണേ മതിയാകൂ. ഇന്ന് പകൽക്കാലം ബാംഗ്ലൂർ പട്ടണത്തിന്റെ മുകളിൽ നിന്ന് ദൈവജനത്തിന്റെ പ്രവൃത്തിയെയും നന്മയെയും ചോദ്യം ചെയ്യുന്ന ശക്തികളെ ഇടിഞ്ഞു വീഴുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. കാര്യം യേശു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗവും വചന ശുശ്രൂഷയും രണ്ടും രണ്ടാ. പ്രസംഗം എന്ന് പറയുന്നത് ഒരു കാര്യം പറഞ്ഞു കേൾപ്പിക്കുന്നതേ ഉള്ളൂ. പ്രസംഗം പഠിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്, പ്രസംഗം എഴുതിയെടുത്ത് പഠിക്കുന്നവരുമുണ്ട്. കേട്ടാൽ തിരിച്ചറിയാം, അതിനകത്ത് ആത്മശക്തി കാണുകയില്ല. അതിനെ മുഴുവനും പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയും, അതിനകത്ത് ആത്മശക്തി കാണത്തില്ല. പ്രസംഗം ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച് പറയുന്നവരും കാണാം. പ്രസംഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തൊട്ടായിരുന്നു. അത് ദൈവിക സമ്പ്രദായമാണ്, ദൈവിക തത്വമാണ് പ്രസംഗം. ഇതിനകത്ത് രണ്ടും കാണാം. 1, വേറൊരാൾ പ്രസംഗിക്കുന്നത് പഠിപ്പിക്കുന്ന ഇടത്തുനിന്ന് എഴുതിയെടുത്തുകൊണ്ട് പറയുക. ഇന്നിവിടെ ദാവദാസന്മാർ പാട്ട് പാടുമ്പോൾ മേളിലോട്ടും താവോട്ടും ചാടുന്നത് ഞാൻ കണ്ടു. ചിലർ പ്രസംഗിക്കുമ്പോൾ മേളിലോട്ടും താവോട്ടും ചാടുന്നത് കാണാം. ചിലർ കൈയൊക്കെ എടുത്ത് ആവേശം പ്രകടിപ്പിക്കുന്നത് കാണാം. എന്തിനാണോ ഇങ്ങനെ ആവേശം പ്രകടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ട്. ഞാൻ കാണാതെ പഠിച്ച പ്രസംഗം പറയുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി പാട്ട് പാടുകയല്ല. അതിനൊരു ടേപ്പ് റെക്കോർഡർ അന്വേഷിച്ചാൽ മതി. എന്നാ ഉണർവുള്ള പാട്ടും ടേപ്പ് റെക്കോർഡറിൽ കൂടെ കേട്ടാൽ ടേപ്പ് റെക്കോർഡർ ആനങ്ങത്തില്ല, അവിടെ ഇരുന്ന് ഇത് പാടുകയുള്ളൂ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ടേപ്പ് റെക്കോർഡർ ഒന്ന് ആനങ്ങുന്നത്? നെവർ. കാര്യം അത് ആ പുള്ളിയുടെ പാട്ടല്ല, ആരാണ്ട് പാടിയത് ടേപ്പ് റെക്കോർഡർ ആവർത്തിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണർവ് പ്രസംഗങ്ങൾ ടേപ്പിൽ കൂടെ കേൾക്കുമ്പോഴോ ടി വിയിൽ കൂടെ കേൾക്കുമ്പോഴോ ടി വി മേലോട്ടും താവട്ടും ചാടുന്നത്? നെവർ. ഇത് ആരാണ്ട് പറഞ്ഞതാ. പക്ഷെങ്കിൽ വികാരജീവിയായ മനുഷ്യൻ, ആത്മപൂർണനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചാൽ അതിന്റെ ചലനങ്ങൾ ഉണ്ട്. ഇത് പഠിച്ച പ്രസംഗം പറയുകയല്ല, പ്രാപിച്ചത് അവതരിപ്പിക്കുക. പാട്ടുപാടി ഇത് വേറൊരാൾ പാടിയതാകാം. അത് അനുഭവത്തോട് ചേർത്ത് വരുമ്പോൾ ഒരു ഇളക്കം അതിനകത്തുണ്ടായിരിക്കും. കാര്യം ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ്, ദൈവത്തിന് വേണ്ടി നാം ചെയ്യുകയാ. ഞാൻ മുന്നോട്ട് വരട്ടെ. നാം ചെയ്യുന്ന ജോലി ദൈവം നമ്മെ ഏൽപ്പിച്ച ജോലിയാ. നമ്മൾ അത് ചെയ്തിരിക്കും. ഒരു ദൈവിക സാമ്രാജ്യം പണിയുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഒരു ദൈവിക സാമ്രാജ്യത്തിന്റെ ഉടമ നിങ്ങളെയും എന്നെയും വിളിച്ചൊരു വേല ചെയ്യാനാക്കിയെങ്കിൽ അത് ചെയ്തു തീർക്കുവാൻ ഇന്ന് പകൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇതേ സമയത്ത് എന്നാ ആത്മവ്യാപാരം വ്യാപരിച്ചാലും ചലനമില്ലാത്ത ഏരിയകളുണ്ട്. നോ ഡൗട്ട്, ചലനമില്ലാത്ത ഏരിയകളുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന കാലത്ത് എൻ്റെ കഴിവിൻ്റെ പരമാവധി പഠിപ്പിച്ചിട്ട് 4 മാർക്കിന് താഴെ വാങ്ങിക്കുന്ന ഒരു ചെറുക്കൻ ഞങ്ങൾക്കുണ്ട്. ഞാൻ ചെയ്യുന്നതൊക്കെ ആത്മാർത്ഥമായിരിക്കാൻ ഇപ്പോഴും ആശയമുണ്ട്. 80% മേളിൽ മാർക്ക് വാങ്ങിക്കുന്നവരുമുണ്ട്. 50 താഴെയുള്ള ഒരു കുറവായിരുന്നു. ഒരു പുള്ളിക്ക് 4 മാർക്കേ ഉള്ളത്. എനിക്ക് എന്നോട് തന്നെ ലജ്ജയും വെറുപ്പും വൈരാഗ്യവും എല്ലാം തോന്നി. ഒരു ദിവസം ഞാൻ ഈ ചെറുക്കനെ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേൽക്കുകയില്ല. ഞാൻ 3-4 പ്രാവശ്യം പറഞ്ഞു കാരണം അവൻ എഴുന്നേറ്റില്ല. പിന്നെ അടുത്തിരിക്കുന്ന കുത്തിപ്പൊക്കിയപ്പോൾ അവൻ എഴുന്നേറ്റു. എയർഫോഴ്സിൽ അങ്ങനെയൊന്നും ഉള്ളതല്ല, അവന് ശിക്ഷ കിട്ടേണ്ടതാണ്. എനിക്കത് കണ്ടപ്പോൾ ഇച്ചിരി അങ്ങ് പ്രയാസം തോന്നി. ഞാൻ അവനോട് പറഞ്ഞു ബെഞ്ചേ കയറി നിൽക്കാൻ. കയറുകയില്ല. അപ്പോൾ ക്ലാസ്സിൻ്റെ മോണിറ്റർ അവനോട് ഹിന്ദി പറഞ്ഞു കൊടുത്ത് ബെഞ്ചേ കയറാൻ അവൻ കയറി. ഞാൻ അവനോട് ചോദിച്ചു നിന്റെ തകരാറിനടാ പറയടാന്ന് പറഞ്ഞു. ഞാൻ ഇത്രയൊക്കെ ഇവിടെ മെനക്കിട്ട് നിനക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ ഒന്നും എഴുതുന്നില്ല. 4 മാർക്ക്. അതെനിക്ക് തോന്നുന്ന പേപ്പറിൽ ഒന്നും ഇല്ലാത്തതിന് നീറ്റ്നെസ്സിൻ്റെ മാർക്കായിരിക്കണം. അല്ല പിന്നെ എന്നാ 4 മാർക്ക് എവിടെ നിന്ന് കിട്ടില്ല? എന്നടാ തകരാറ്? മിണ്ടുകയില്ല. 2 പ്രാവശ്യം ചോദിച്ചപ്പോൾ ക്ലാസ്സിൻ്റെ മോണിറ്റർ അവനോട് ഹിന്ദി പറഞ്ഞ് പറയടാ മറുപടി എന്ന്. ഇവൻ എന്നോട് പറഞ്ഞ മറുപടി സാബ് ആപ്ക ബോലി മുझे आता भी नहीं. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ വയ്യ എന്ന്. പ്രശ്നം അതാ. എന്നെ ചെയ്യണം? ഞാൻ പറയണം നിന്നോട് ഇത്രയും പറഞ്ഞു പോയത് ക്ഷമിക്കടാ, ഇരിക്കടാ, സ്വസ്ഥമായിട്ട്. ഇനി ആയുസ് എന്നോട് ചോദിക്കത്തില്ല. ബീഹാറിയ. ഇനി ആയുസ് എന്നോട് ചോദിക്കില്ല. എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ. എന്താ ചലനമില്ലാത്തതെന്നറിയാമോ? ആത്മഭാഷ വേറെയാ. മലയാളം നമുക്കെല്ലാം അറിയാം. ആത്മഭാഷ വേറെയാ. ഈ ഭാഷയിൽ ഇന്നിരിക്കുന്ന ദൈവ പൈതലേ, ഇന്നത്തെ മെസ്സേജ് ഇതിൻ്റെ അകത്തോട്ട് കയറട്ടെ. ഞാൻ ദൈവത്തെ സേവിക്കുവാൻ നിൽക്കുന്നുവെങ്കിൽ എനിക്കൊരു പ്രതിഫലമുണ്ട്. ഞാൻ വേല ചെയ്യാൻ ഇറങ്ങുമ്പോൾ
എനിക്കെതിരെ ഒരു ആകാശമണ്ഡലത്തിലെ ശക്തിയുണ്ട്. ഞാൻ ഈ എടുക്കുന്നത് പ്രസംഗ ശുശ്രൂഷ അല്ല, വചന ശുശ്രൂഷയാകയാൽ വചനം ഇന്നതിന്റെ ക്രിയ ചെയ്യണം. വചനം ഇന്നതിന്റെ ക്രിയ ചെയ്യണം. വചനത്തിന്റെ ക്രിയ അത് രോഗികളെ സൗഖ്യമാക്കിയെന്ന് വരാം, അത് ഭൂതങ്ങളെ പറഞ്ഞയച്ചു എന്ന് വരാം, അത് വിടുതലുകൾ കൽപ്പിച്ചു എന്ന് വരാം, അത് മാനസാന്തരം കൊടുത്തു എന്ന് വരാം. ഇതിന്റെ എല്ലാം ഉപരിയാണ് അന്തരീക്ഷ മണ്ഡലം ശുദ്ധമാകണം. ബാംഗ്ലൂർ പട്ടണത്തിന്റെ മുകളിൽ, ബഥേലിന്റെ പ്രവർത്തന ഏരിയകളുടെ മുകളിൽ, ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, താങ്കളുടെ നന്മകളുടെ ഏരിയകളുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം ഇളകി വീഴുവാൻ പുറകിൽ ഒരുവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട് പിതാവിന്റെ മുമ്പിൽ. ഓ ഹല്ലേലൂയ! പിതാവിന്റെ മുമ്പിൽ യേശു മധ്യസ്ഥത അണയ്ക്കുകയാണ്. 70 പേരെ പറഞ്ഞയച്ചു താൻ പ്രാർത്ഥിക്കാൻ മാറിയിരുന്നു. അവരോട് പറഞ്ഞു, സാത്താൻ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ! ഇന്ന് പകൽ ദൈവജനത്തിന്റെ പ്രതിഫലത്തിനെതിരെ, നന്മയ്ക്കെതിരെ പോരാടി നിൽക്കുന്ന ആകാശ ശക്തികളെ പൊളിഞ്ഞു വീഴുക. ഹല്ലേലൂയ! 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 വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ. ഇന്ന് പകൽ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി നിൽക്കുന്ന വേലക്കാരുടെ മറുപടി എത്താതെ വണ്ണം അന്തരീക്ഷം തടയുന്ന അന്ധകാര ശക്തിയെ ഈ യേശുവിന്റെ നാമമാണ് തകർന്നു വീഴുക. ഹല്ലേലൂയ! എന്റെ ആരോഗ്യം കൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കേണ്ടതാകയാൽ എന്റെ ആരോഗ്യത്തിന് വിരോധമായി വാദിച്ചുയർന്നു നിൽക്കുന്ന ശക്തിയെ ഇന്ന് പകൽ പൊളിച്ചിടുവാൻ എന്റെ തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! നന്ദി, നന്ദി, നന്ദി. ശ്രദ്ധിച്ചാട്ടെ, ശ്രദ്ധിച്ചാട്ടെ. പ്രാർത്ഥനകൾക്ക് കടന്നു വരുവാൻ കഴിയാതെ, വീട്ടിലെ ജോലികൾ, ഓഫീസിലെ ജോലികൾ തീർത്ത ശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ കഴിയാതെ, ശരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടവർ ഈ സമയത്ത് എഴുന്നേറ്റ് നിന്നോ. ഒരു ദൈവ വ്യാപാരം വ്യാപരിക്കട്ടെ. ആവർത്തിക്കാം. ജോലികൾ തീർത്ത ശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ കഴിയാതെ, പ്രാർത്ഥനയ്ക്കിരിക്കുവാൻ കഴിയാതെ ആരോഗ്യം തടയപ്പെടുന്നവർ, ഇതിനകത്തിരിക്കുന്നവർ എഴുന്നേറ്റോ. ഒരു ദൈവശക്തിയുടെ വ്യാപാരം നടക്കാൻ പോകുകയാ ഇന്ന് പകൽ. ഹല്ലേലൂയ! ഈ ആരോഗ്യത്തെ തടയുന്ന അന്ധകാര ശക്തികൾ സ്വർഗത്തിൽ നിന്ന് താഴെ വരുവാൻ, ആകാശമണ്ഡലങ്ങളിൽ നിന്ന് വീഴുവാൻ ദൈവശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. ഈ ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ. ഹല്ലേലൂയ! യേശുവിന്റെ അധികാരത്തിൽ ഈ ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ. സാത്താൻ ആകാശത്ത് നിന്ന് താഴെ വരാം. വാഴ്ചകളെ, അധികാരങ്ങളെ കീഴടങ്ങ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ബന്ധിക്കുന്നു. താഴെ ഇറങ്ങ്. ഒരു സൗഖ്യം ഈ സമയം വ്യാപരിക്കട്ടെ. ഈ ശരീരങ്ങളുടെ മേൽ ഒരു പുതുബലം വ്യാപരിക്കട്ടെ. കർത്താവേ, ഇന്നു മുതൽ ഈ 21 ദിവസത്തിന്റെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ഞായറാഴ്ച മുതൽ ഈ എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തികളുടെ ആരോഗ്യത്തെ ചോദ്യം ചെയ്യുന്ന അന്ധകാര ശക്തികൾ ആഴിഞ്ഞു മാറുവാൻ, ഇന്ന് നിന്ന് ഉരുളുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു. അതങ്ങനെയായിരിക്കും. ദയവായിരുന്നാലും ആകാശത്ത് നിന്ന് താവോട്ട് വീണാൽ ഭൂമിയിൽ ഇത് നിങ്ങൾക്കെതിരെ നിൽക്കും. സ്വർഗത്തിൽ ഇതിന്റെ സ്ഥലം കണ്ടില്ലെങ്കിൽ പിന്നെ ഭൂമിയിലുള്ളവരോട് ഇവൻ മല്ല് കെട്ടും. ആകാശമണ്ഡലങ്ങൾ ഇവൻ ഇരിക്കാൻ ഒക്കാതെ വണ്ണം തമ്പുരാന്റെ ശക്തി ഇതിനെ ബാധിച്ചുവെങ്കിൽ ഇത് താഴെ വീണാൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങളോടും എന്നോടും പോരാടിക്കൊണ്ടിരിക്കും. എന്റെ കർത്താവ് പറഞ്ഞതിന് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുകയാ. വായിച്ചു, ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ആ കുഞ്ഞെ മൈക്ക് വേണം, മൈക്ക് കൂടെ ഒന്ന് വായിച്ചേ.
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്ന്, ആകാശമണ്ഡലം ഞാൻ നോക്കിക്കോളാം, ഞാനിത് കണ്ടു. എന്റെ യേശു പറയണം, ഭാഗത്തിന്റെ ഗൗരവം മറക്കരുത്. 70 പേരെ കൊണ്ട് പറഞ്ഞയച്ചേച്ച് താൻ പ്രാർത്ഥിക്കാൻ മാറിയിരുന്നു. തന്റെ പ്രാർത്ഥനയിൽ താൻ പറഞ്ഞു, ആകാശത്തുനിന്ന് ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നിവ മിന്നൽ പോലെ താഴെ വീഴുന്ന കാഴ്ച ഞാൻ കണ്ടു. അതിനവിടെ സ്ഥാനമില്ലാതെ വന്നപ്പോൾ ഉഗ്ര ക്രോധത്തോടും കോപത്തോടും കൂടെ നിങ്ങളോട് എതിരിടുവാൻ വേണ്ടി വരികയാണ്. ഞാൻ അതിനെ താഴെ ഇട്ട ശേഷം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുക. ഇന്ന് പകൽക്കാലം എന്റെ കാൽ കീഴിൽ ചതയുവാൻ താഴെ വീണ പിശാചേ, നീ ഇത് അറിയുന്നില്ല. ഇന്ന് പകൽ സഭയുടെ കീഴിൽ നീ ചതയുകയാ. ഓ ഹല്ലേലൂയ! ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാകയാൽ ചതയട്ടെ. ദൈവജനത്തിന്റെ കാൽ കീഴിൽ ഈ വ്യാപാരങ്ങൾ ചതയട്ടെ. ഹല്ലേലൂയ! കണ്ണുകളടയ്ക്കാം, ദൂത് തീർന്നില്ല. കണ്ണുകളടയ്ക്കാം, ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. കണ്ണുകളടയ്ക്കാം, ദൂത് തീർന്നില്ല. ഞാൻ തുടരുകയാണ്. കർത്താവേ, ഇന്ന് പകൽ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ അങ്ങയുടെ വചനത്തെ സ്വീകരിക്കുവാനും അതിനെ വാ കൊണ്ട് വിളിച്ചു പറയുവാനും അടിയൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ വചനവുമായി അങ്ങ് ക്രിയ ചെയ്തുകൊണ്ട് ഈ ജനത്തിന് നടുവിലൂടെ അങ്ങ് നടകൊള്ളണമേ. വിവിധ ഭൂഖണ്ഡങ്ങളില് ഞങ്ങളോടൊപ്പം ആരാധിക്കുവാൻ സമയം മുടക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹൃദയങ്ങളുടെ അന്തരംഗങ്ങളിൽ നിന്ന് ദൈവിക സ്തുതി ഉയരട്ടെ. പരിശുദ്ധാത്മാവാം ദൈവമേ, അതിന്റെ അങ്ങയുടെ ശക്തിയോടെ അങ്ങ് ജനത്തെ ശുശ്രൂഷിച്ചേ മതിയാകൂ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. തുടരുകയാ. പാമ്പുകളും തേളുകളും ശത്രുവിന്റെ വിവിധ അടവുകളുമായി വാഴ്ചകളും അധികാരങ്ങളും താഴെ വരും. ഇത് മേളിലിരുന്നപ്പോൾ ഇതിനൊരു അധികാരമുണ്ടായിരുന്നു. ഇത് മേളിലിരുന്നപ്പോൾ ഇത് കമാൻഡ് കൊടുത്തിരുന്നു. ഇത് മേളിലിരുന്നപ്പോൾ ഇത് താഴെയുള്ളവർക്ക് ആജ്ഞ കൊടുത്തിരുന്നു. തമ്പുരാൻ അതിനെ പൊളിച്ചു. അത് മിന്നൽ പോലെ താഴെ വീണു. താഴെ വന്നാൽ ഇതിന്റെ അധികാരം മാറി. പകരം ഇത് കടിക്കാൻ ഇറങ്ങുക, ഇത് കുത്താൻ ഇറങ്ങുക, ഇത് ഡിസ്റ്റർബ് ചെയ്യാൻ ഇറങ്ങുകയാ. ഇന്ന് പകൽ എന്റെ യേശു എന്നെ ഏൽപ്പിച്ച, ദൈവസഭയെ ഏൽപ്പിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഞങ്ങൾ ഇവിടെ ചവിട്ടുകയാണ്. അത് ദൈവജനത്തിന് കീഴടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം കാണുന്നത് കാണുവാൻ, നാം കേൾക്കുന്നത് കേൾക്കുവാൻ രാജാക്കന്മാർ ആഗ്രഹിച്ചു, പ്രവാചകന്മാർ ആഗ്രഹിച്ചു. നമുക്കാണ് കഴിഞ്ഞത്. ഈ തലമുറ ഭാഗ്യമേറിയത്. ഹല്ലേലൂയ. ഇന്ന് പകൽ വ്യക്തിപരമായി നിങ്ങളെ എതിർക്കുന്ന, എന്തിനിറങ്ങിയാലും വഴി തടയുന്ന, അടുത്ത ഏരിയ ദൈവമാവ് തൊടുക, ശ്രദ്ധിച്ചു. എന്തിനിറങ്ങിയാലും വഴി തടയുന്ന, ബിസിനസ് മണ്ഡലങ്ങൾ ഉഴപ്പുന്ന, പഠിക്കാൻ പോയാൽ പഠിക്കാനൊക്കാത്ത, പരീക്ഷ എഴുതിയാൽ മാർക്ക് കിട്ടാത്ത, ബിസിനസ് ചെയ്താൽ തകർന്നു പോകുന്ന, കുടുംബജീവിതത്തിൽ പരാജയങ്ങൾ ഇടുന്ന, ശരീരത്തിന്റെ ആരോഗ്യത്തെ ചോദ്യം ചെയ്യുന്ന അന്ധകാര ശക്തികള് താഴത്തെ മണ്ഡലത്തിൽ നിന്ന് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ഇന്ന് മകൾ കീഴടങ്ങുവാൻ അത് ചതയട്ടെ, കാൽ കീഴിലാകട്ടെ. Hallelujah! Hallelujah! വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ. നീ ഒരുത്തനെ വേലയ്ക്ക് വിളിച്ചാൽ അന്ന് വൈകുന്നതിന് മുന്നമേ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നമേ കൊടുക്കേണ്ടത് കൊടുക്കണമെന്ന് കൽപ്പിച്ച ദൈവമേ,
വേലക്കാരൻ എന്റെ കൂലിക്ക് യോഗ്യനെന്ന് വീണ്ടും ഞങ്ങളെ ഓർമ്മിപ്പിച്ച യേശുവേ, ഇന്ന് പകൽ അങ്ങയുടെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഈ ദൈവജനത്തിന്റെ മുമ്പിൽ ദൈവിക നന്മകൾ തടയുന്ന ശക്തിയെ ശാസിച്ചുകൊണ്ട് ഈ ജനത്തിന്റെ മേൽ പകരുവാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളിലൂടെ എന്തിനു പോയാലും ശരിയാകുന്നില്ല. കേഴ്സ് ബ്രേക്കിംഗ് ഒക്കെ പങ്കെടുത്തത് അത് കേഴ്സസിനകത്ത് എടുക്കുന്ന ഒരു വിഷയമാണ്. എന്തിനു പോയാലും വിജയിക്കുന്നില്ല, പഠിക്കാൻ നോക്കിയിട്ട് ഒക്കുന്നില്ല, എക്സാം എഴുതിയിട്ട് ശരിയാകുന്നില്ല. ഒത്തിരി പേരുടെ കംപ്ലൈൻറ്റ് അതാ. നന്നായി പഠിക്കുന്നുണ്ട്, കാര്യം അറിയാം, എക്സാം വിജയിക്കുന്നില്ല. എന്ത് ചെയ്താലും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇന്ന് പകൽ മുകളിൽ നിന്നുള്ള അറ്റാക്കൊന്നുമല്ല, താഴെ എൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുക. പാമ്പുകളും തേളുകളും ശത്രുവിൻ്റെ സകല ബലങ്ങളും അടർന്നു വീണത് എന്നോട് കൂടെ നിൽക്കുക. എനിക്ക് അതിൻ്റെ മേൽ ജയമെടുക്കാൻ കഴിയുന്നില്ല. തമ്പുരാൻ പറഞ്ഞ് ചില്ലറ പിശാചിനെ ഓടിക്കാൻ എന്നെ വിളിക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഏൽപ്പിക്കുക, ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഏൽപ്പിക്കുക. മീതെ അന്തരീക്ഷത്തിൽ ഞാൻ ചെയ്തു, സാത്താൻ മിന്നൽ പോലെ വീണു. അല്ലകച്ചരെ കർദകരാസിയ ദേമന പ്രഭോ രഗജ ചൈസ്യ അത്തരം അനുഭവങ്ങൾ സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ എഴുന്നേറ്റു. എന്ത് ചെയ്താലും വിജയിക്കുന്നില്ല, പഠിക്കാൻ ഒക്കുന്നില്ല, ജോലി ചെയ്യാൻ ഒക്കുന്നില്ല, പ്രൊമോഷൻ ഇല്ല. എന്നെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്നൊരു ശക്തി എൻ്റെ കൂടെ ഉണ്ട്. എഴുന്നേറ്റുന്നു കർത്താവേ, ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശക്തിയെ ചവിട്ടുവാൻ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചതിനായി സ്തോത്രം. കർത്തൃദാസന്മാർ എന്നോടുകൂടെ അധികാരം കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുള്ളവർ എഴുന്നേറ്റു. ഇന്ന് പകൽ ദൈവിക അധികാരം കൈകാര്യം ചെയ്യുവാൻ കർത്തൃദാസന്മാരെ അധികാരപ്പെടുത്തിയത് ഉറപ്പുള്ളവർ എഴുന്നേറ്റു. ജമ്പ് ഓൺ ദ സ്റ്റേജ്, സ്റ്റേജിലോട്ട് കയറിക്കോ. ഇന്ന് പകൽക്കാലം ഇതൊന്ന് ശാസ്ത്രിച്ച് നിർത്താൻ പോകുകയാ. കർത്തൃദാസന്മാർ ഈ അധികാരം കൈകാര്യം ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളവർ ദയവായി എന്നോടുകൂടെ സ്റ്റേജിലേക്ക് വന്നാട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. മേലാൽ അവ നിങ്ങൾക്ക് ഒരു കാലത്തും ദോഷം ചെയ്യുകയില്ല എന്ന് കൽപ്പിച്ച നസ്രായന്റെ നാമത്തിൽ ബേഥേൽ സഭയ്ക്ക് എതിരെ ഉയർന്ന ശക്തികൾ, അതിന്റെ പാമ്പുകൾ, അതിന്റെ തേളുകൾ, അതിന്റെ ശത്രുബലങ്ങൾ ഇന്ന് പകൽ ചവിട്ടപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് അതിനെ ചവിട്ടുന്നു. ഈ ജനം അതിന്റെ ബെനിഫിഷ്യറികളാ. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഈ ബലത്തോടെ പോകുവാൻ ഈ കർത്തൃദാസന്മാരെ അനുഗ്രഹിക്കുന്നു. ഈ ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. സഭയുടെ മുമ്പിൽ നിന്ന് മാറുവാൻ, ദൈവജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറുവാൻ ഞങ്ങൾ അതിനോട് ആവശ്യപ്പെടുന്നു. അത് ഞങ്ങളുടെ കാൽ കീഴെ ചതയട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, താങ്ക് യു സോ മച്ച്. ദയവായിട്ടിരുന്നാട്ടെ, എല്ലാവരും ഒന്നിരുന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് പറയാം, വേലക്കാരൻ എൻ്റെ കൂലിക്ക് യോഗ്യൻ. ഹല്ലേലൂയ. വേലക്കാരൻ എൻ്റെ കൂലിക്ക് യോഗ്യൻ. നാം ദൈവസന്നിധിയിൽ യോഗ്യരാ. നമ്മെ യോഗ്യരാക്കി തീർത്തതാ. നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാം, നമുക്ക് ദൈവത്തിന്റെ വേല ചെയ്യാം. നാം കാണുന്നത് കാണുവാൻ ഏറിയ രാജാക്കന്മാർ ആഗ്രഹിച്ചു. ഞാൻ ഇന്ന് പരസ്യമായി പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാള് പണ്ടൊരിക്കൽ പറഞ്ഞൊരു വാചകത്തിലേക്ക് ഞാൻ വരട്ടെ സന്ദർഭത്തിലൂടെ. ഞങ്ങൾ 1983 ചർച്ചിൽ വരുമ്പോൾ 10 രൂപ സ്തോത്രകാഴ്ച പാത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അന്ന് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നാണയം 1 രൂപയായിരുന്നു. അതിൽ വലിയൊരു നാണയം സ്തോത്രകാഴ്ച പാത്രം, ദശാംശമല്ല ഞാൻ തൊട്ടത്, സ്തോത്രകാഴ്ച പാത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അന്നൊരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു,
10 രൂപ നീ കാണും. 10, 20 കണ്ടു തുടങ്ങി. സ്തോത്ര കാഴ്ച പാത്രത്തിൽ 50 കാണാതിരുന്ന കാലം തമ്പുരാൻ പറഞ്ഞു 100 നീ കാണും. കണ്ടു. സഭയുടെ വരുമാനം 100കളിലായിരുന്ന കാലം ദൈവം പറഞ്ഞു 1000ങ്ങളിലേക്ക് മാറും. 1000ങ്ങളിലേക്ക് മാറിയ സമയം ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വാചകം, ഈ പട്ടണത്തിലുള്ളയാളെ ഞാൻ പേര് ഉദ്ധരിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാത്തതിനാൽ. അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്ത്യൻ സഭകൾ they will start counting in millions. ഇന്ത്യൻ സഭകൾ 1000ങ്ങളിൽ എണ്ണി നിർത്തുകയില്ല, ലക്ഷങ്ങളിൽ എണ്ണി നിർത്തുകയില്ല. they will count in millions. Indian churches will count in millions. ഈ പട്ടണത്തിൽ നിന്നൊരു ദൈവദാസൻ പറഞ്ഞതാ. ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യു വിൽ കൗണ്ട് ഇൻ മില്യൻസ്. ഇന്നൊരു ജോലി കിട്ടാൻ പ്രയാസമുള്ളവർ, പഠിത്തമുണ്ടെങ്കിലും ഒരു ജോലിയില്ല, ജോലി ചെയ്യുന്നിടത്ത് സാഹചര്യമില്ല, യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, 10 ലക്ഷങ്ങളിൽ നിങ്ങൾ എണ്ണുന്ന സമയം വരികയോ? പാമ്പുകളെ, തേളികളെ, ശത്രുവിന്റെ ബലമേ കീഴടങ്ങ്. ഹല്ലേലൂയ. ഇന്ന് ആരോഗ്യമില്ലാത്തതിനാൽ ഭാരപ്പെടുന്നവരെ ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തരാൻ പോകുക. കുടുംബമില്ലാത്തതിനാൽ ഭാരപ്പെടുന്നവരെ ദൈവം കുടുംബങ്ങളെ പണിയാൻ പോകുക. അവൻ ഏകാകികളെ കുടുംബത്തിൽ പാർക്കുമാറാക്കുന്ന ദൈവമെന്ന വാഗ്ദത്തത്തിന്റെ മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ പിന്മഴ സ്വർഗത്തിൽ ദൈവമായിരിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വേലക്കാരൻ എൻ്റെ ആഹാരത്തിന് യോഗ്യൻ. ഇന്ന് പകൽ ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സേവിക്കുന്നു. അങ്ങയിൽ നിന്ന് പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ഞങ്ങളുടെ ശരീരത്തിൻ്റെ വീക്ക്നെസ്സുകളെ, ജഡത്തിൻ്റെ ബലഹീനതകളെ അങ്ങ് അറിയണമേ. യേശുവിൻ്റെ നാമത്തിൽ 5 മിനിറ്റ് കൂടെ എടുത്തേച്ച് ആശീർവാദം പറഞ്ഞോളാം. 5 മിനിറ്റ് കൂടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും കൊണ്ട് തമ്പുരാൻ ആയുധവർഗം വെപ്പിച്ചു. ഇനി വാക്യം വായിക്കാൻ ഒക്കുകയില്ല. വാഴ്ചകളെയും അധികാരങ്ങളെയും കൊണ്ട് തമ്പുരാൻ ആയുധവർഗം വെപ്പിച്ചു. ഇനി അതിന് ആയുധമില്ല. ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തു നിന്ന് ഒരാൾ എന്നെ വിളിച്ച്, പക്ഷേ ഈ വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ പലരെ സമീപിച്ചിട്ട് എനിക്ക് ഒത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അല്പനേരം പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് തന്ന അർത്ഥം ഞാൻ പറഞ്ഞു. പിന്നെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞു. പിശാചിന് എൻ്റെ മേലുള്ള അധികാരം എൻ്റെ പാപ സ്വഭാവമാണ്. ആണല്ലോ, അല്ലേ? അവൻ എന്നെ കാണിക്കാൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട എൻ്റെ മേൽ പിശാചിന് എന്നെ അധികാരം. അവൻ്റെ സ്വഭാവം എൻ്റെ അകത്ത് വന്നതാണ്. കർത്താവ് പറഞ്ഞ അവനെ കൊണ്ട് ഞാൻ ആയുധം താഴെ വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ കുറവുകളും പാപങ്ങളും യേശു കാൽവറിയിൽ അങ്ങ് ക്ഷമിച്ചു. ഇവൻ പിന്നെ എന്നെ എടുക്കാനാ. അവൻ്റെ ഒരു തോക്കുണ്ടായിരുന്നു, അതിനകത്തെ തോട്ട തമ്പുരാൻ അങ്ങ് എടുത്തു മാറ്റി. ഇവൻ കാഞ്ചി വലിച്ചത് കൊണ്ട് ആർക്ക് എന്നാ കേടാ? കാര്യം എൻ്റെ അകത്തൊന്നും ഇല്ലെന്നേ അവൻ്റെ പങ്ക്. പിന്നെ എന്നാ കൊണ്ടാ പിശാച് ഇപ്പം നമ്മളോട് പോരിടുന്നത്? എൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടാത്ത രംഗം കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിലെ ക്രമീകരിക്കപ്പെടാത്ത, യേശു പാപം കാൽവരിയിൽ അകറ്റിയിട്ടും ഞാൻ വിട്ടുകളയാത്ത എൻ്റെ ജീവിത ബലഹീനതകൾ കൊണ്ടാണ് ഇന്ന് പിശാച് എന്നോട് പോരിടുന്നത്. ഇന്ന് പകൽ ചിലരൂടെ പറയുമ്പോൾ പണ്ട് യേശു പറഞ്ഞു പോലെ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. എൻ്റെ നാക്ക്, എൻ്റെ അധരം, എൻ്റെ ബുദ്ധി, ചിന്ത, എൻ്റെ ത്വക്ക്, കയ്യ്, കാല്, എവന് പറയാൻ ഇതിനകത്തൊന്നും ഇല്ലെന്ന്. എവന് പറയാൻ ഇതിനകത്തൊന്നും ഇല്ല. അവനെ കർത്താവ് കാൽവരിയിൽ തറച്ചു കൊന്നു. പക്ഷെ ഞാനതിന് ജീവിക്കാൻ എൻ്റെ ജീവിതത്തിൽ സ്ഥലം കൊടുക്കാതിരുന്നാൽ മതി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിശാച് മദ്യപിച്ച് ഇന്ന് വരെ കേട്ടിട്ടില്ല. പിശാച് ഇന്ന് വരെ കള്ളു കുടിച്ചിട്ടില്ല. പിശാച് കള്ളു കുടിച്ച ഇവിടുത്തെ കുടിയന്മാരൊക്കെ പിന്നെ എന്നാ കാണിച്ചേനെ? അവൻ മൊത്തം ഊറ്റി കുടിച്ചാൽ ഇവന്മാർക്കൊന്നും കിട്ടുകയില്ല. പിന്നെ ഇവൻ എന്നാ ചെയ്യും? അവൻ പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളവൻ്റെ അടുക്ക വന്ന് വരെ നിന്റെ വായ ഒന്ന് തരാമോ, എനിക്ക് അല്പം കുടിക്കാൻ. കുടിക്കുന്ന മറ്റോനാ എൻ്റെ വായി കൂടാ. പിശാച് ഇന്ന് വരെ സിഗരറ്റ് വലിച്ചിട്ടില്ല. അവൻ വലിച്ചിരുന്ന നാട്ടുകാർക്ക് ഒരുത്തനും ബാക്കി കാണുകയില്ലായിരുന്നു, മൊത്തം വലിച്ചു തീർത്താൻ. അവൻ സിഗരറ്റ് വലിക്കത്തില്ല, പകരം എം എ വർഗീസിന് എടുക്കുന്നിട്ട് നിന്റെ ചുണ്ടിങ്ങോട്ടരാ, എനിക്കൊന്ന് സിഗരറ്റ് വലിക്കാനാ. പിശാച് ഇന്ന് വരെ ആരെയും ചീത്ത വിളിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പിശാച് ചീത്ത വിളിക്കുന്നത്? നെവർ. എൻ്റെ അടുക്ക് വന്നിട്ട് നിന്റെ നാക്കൊന്ന് തരാം, എനിക്ക് രണ്ടുപേരെ ചീത്ത വിളിക്കാനാ. നിന്റെ കൈ ഒന്ന് തരാം, രണ്ടുപേരെ തല്ലാനാ. നോ, പറ്റത്തില്ല പിശാചേ. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ഇന്ന് പകൽ വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തോടെടുക്കാം. വേലക്കാരൻ്റെ എൻ്റെ കൂലിക്ക് യോഗ്യൻ. എവിടെയെങ്കിലും കിട്ടാതെ പോയെങ്കിൽ ദൈവം നമ്മെ ശോധന ചെയ്യുന്ന ഒരു കാലയളവ് കാണും. അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പരീക്ഷിച്ച് തെളിയിക്കാത്ത ആരെയും കർത്താവ് ട്രസ്റ്റ് ചെയ്തേൽപ്പിക്കത്തില്ല.
ആ പരീക്ഷയിൽ തോറ്റുപോയാൽ പിന്നെ അതേ പരീക്ഷ തന്നെ. ചുരുക്കം ചിലർ എൻ്റെ എടുക്കുമെന്ന് പറയും, പാസ്റ്റർ ഒരേ പരീക്ഷയാണ് എന്നും വരുന്നത്. 3-ാം ക്ലാസ്സിൽ തോക്കുന്നവന് പിന്നെ അവിടെ അല്ലാതെ ഇവിടെ വേറെ തോക്ക്. പിന്നെ 3-ാം ക്ലാസ്സിൻ്റെ പരീക്ഷയാണ്. ആ കൊല്ലം തോറ്റാൽ പിന്നെ 3-ാം ക്ലാസ്സിൻ്റെ പരീക്ഷ. എനിക്ക് ഒരേ പരീക്ഷയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിനകത്തെല്ലാം തോറ്റെന്ന്. എനിക്കൊരു പുതിയ പരീക്ഷ വേണമെങ്കിൽ ഈ പഴയതിനകത്ത് ജയിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് ദൈവത്തോട് അടുത്ത് വരാം, കണ്ണുകളടയ്ക്കാൻ, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവേ, ഇന്ന് രാത്രി, ഇന്ന് പകൽ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഇരുന്നതിനായി സ്തോത്രം. തമ്പുരാന്റെ വൻകര ഞങ്ങളെ തൊട്ടതിനായി നന്ദി. അങ്ങയുടെ ജനത്തെ അങ്ങ് വാഴ്ത്തിയതിനായി നന്ദി. കരുണയുള്ള ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ ഉയർത്തുന്നു. സമാധാനത്തോടെ ഞങ്ങളുടെ ജനത്തെ അയക്കണമേ. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുത്ത രോഗശാന്തികൾ, വിടുതലുകൾ, വിമോചനങ്ങൾ, വാഗ്ദത്തങ്ങൾ, ഞങ്ങൾക്ക് ലഭിക്കേണ്ട കൂലി ഇന്ന് പകൽ തന്നതിനായി സ്തോത്രം. സാമ്പത്തിക നന്മകൾ, ആത്മീക നന്മകൾ, വിശുദ്ധീകരണത്തിൻ്റെ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നതിനായി നന്ദി. ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സമാധാനത്തോടെ അയക്കണമേ. ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിനെയും അന്യമായ അനാവശ്യമായ സോളിഷ് പ്രാർത്ഥനകളെയും മാന്ത്രിക ശക്തികളെയും പൈശാചിക മന്ത്രണങ്ങളെയും പൈശാചിക പ്രൊപ്പഗണ്ടകളെയും നെഗറ്റീവായ സകല വാചകങ്ങളെയും ദൈവപുത്രനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിർവീര്യമാക്കുന്നു. ദുഷ്ടപിശാചേ, നിന്റെ ഏജന്റുകളുമായി മാറ്. സഭയതിന്റെ ശക്തിയിൽ മുന്നേറട്ടെ. താവേ, മഹത്വം അങ്ങേക്ക്. അങ്ങയുടെ ശുശ്രൂഷകന്മാരെ, ശുശ്രൂഷകമാരെ ശക്തിയോടെ ഉപയോഗിക്കണമേ. വരുന്ന ഒരാഴ്ചയിൽ നടക്കുവാനുള്ള ഉപവാസ പ്രാർത്ഥനയുടെ ഓരോ ദിവസങ്ങളും മണിക്കൂറുകളും ഞങ്ങൾ തൃക്കരങ്ങളിൽ തരുന്നങ്ങ് ചെയ്യണേ. മഹത്വം കർത്താവ് എടുത്താലും യേശുവിന്റെ നാമത്തിൽ തന്നെ.